15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ കുറച്ചു ദിവസമായി മലയാളികളെ ഏറ്റവും കൂടുതൽ കേട്ടത് അമ്മയും താരസംഘടനയും രാജിവെക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ്. ഇന്നലെയായിരുന്നു ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിൽ സംസാരിച്ച ഓഡിയോ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളുമാണ് പിഷാരടിയും ശ്വേതയും തമ്മിൽ സംസാരിച്ചത്. എന്നാൽ പിഷാരടിയുടെ അറിവ് കൂടാതെയാണ് ശ്വേത ഈ ഒരു ഓഡിയോ പുറത്താക്കിയത്. അതേസമയം തന്നെ അനുകൂലിക്കുന്നവരെയൊക്കെ നല്ല രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ ഓഡിയോയിൽ പല എഡിറ്റുകളും വരുത്തി പലരുടെയും പേരുകൾ മ്യൂട്ട് ചെയ്യിപ്പിച്ച് പിഷാരടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ശ്വേത കൂടുതലും പുറത്തുവിട്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി താനും ശ്വേതാ മേനോൻ നടത്തിയ സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിൽ തനിക്ക് വളരെയധികം കടുത്ത മാനസിക വിഷമമുണ്ട് എന്നാണ് പിഷാരടി പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഓഡിയോ ലീക്കായതല്ലെന്നും മനഃപൂർവ്വം റിലീസ് ചെയ്തതാണെന്നും ഓഡിയോ ക്ലാരിറ്റി കേട്ടാൽ തന്നെ അത് മനസ്സിലാകുമല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രമേശ് പിഷാരടി ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ രമേശ് പിഷാരടിക്കെതിരെയാണ് കൂടുതൽ പേരും ഇപ്പോൾ രംഗത്ത് വരുന്നത്. കാരണം പാലക്കാട് നിന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ഒരു MLA ആണ് രമേശ് പിഷാരടി. അന്ന് വിജയിച്ച ശേഷം പറഞ്ഞത് താൻ 5 വർഷത്തേക്ക് സിനിമാ മേഖലയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്നാണ്. പക്ഷേ ഇത്രയും നാളായിട്ടും അമ്മയുടെ പിറകിൽ തൂങ്ങി നടക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പിഷാരടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. ജയിച്ച അന്ന് മുതൽ ഈ അമ്മയുടെ ഭാഗമാവുകയും ഇതിൽ നടക്കുന്ന ഓരോ പ്രശ്നത്തിൽ ഇടപെടുകയും എന്തിന് അൻസിബയെ കൊണ്ട് പരാതി കൊടുത്ത വ്യക്തിയെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിച്ച് എഴുതി കൊടുക്കണമെന്ന് അൻസിബയോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് രമേശ് പിഷാരടി. അപ്പോൾ ഈ ആളുകളൊക്കെ വിശ്വസിച്ച് ഇത്രയും അധികം വോട്ട് തന്ന് ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ച രമേശ് പിഷാരടി എന്താണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വരികയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.